ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു കറി ഉണ്ടല്ലോ, അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ വെണ്ടക്കായാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വെണ്ടക്കായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു താളിപ്പ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും വെണ്ടക്കായ ഇട്ട് കൊടുത്തത് നന്നായി അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിയതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം തക്കാളി തൊലി ചെത്തി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചു കേട്ടോ. ഇനി നന്നായി അടച്ച് വെച്ച് ആ തക്കാളി ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ വാളംപുളി വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തൈരാണ് ഒന്നുകൂടി ടേസ്റ്റ് ആയത് കേട്ടോ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉടപ്പറപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് ഞാൻ മൂന്നാമത്തെ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാനിത് തിളച്ച് അതിൻ്റെ തളയൊക്കെ വന്നതിന് ശേഷം അത് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ കറി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപോലെ നമ്മൾ കഴിക്കുന്ന ചോറ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം ഒഴിച്ചോ, നമ്മൾ രസമൊക്കെ ഒഴിച്ച് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ബത്തൽ മീൻ വരട്ടിയതും നമ്മുടെ ചെറുനാരങ്ങ ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കത് പിടിപിടിക്കാം. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും അത് കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.